അപ്പോൾ ഇത് ചെയ്യേണ്ട രീതി ഇയാൾ ഏത് സമയവും നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തിലേക്ക് വീഴാം. ഇങ്ങനെ നമ്മൾ പിടിക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ വീണ് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു പോകാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നേരത്തെ റെസ്ക്യൂ പൊസിഷൻ ഉണ്ട്, ആ പൊസിഷനായിരിക്കണം നമ്മൾ ഉണ്ടാവേണ്ടത്. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യണം, ഇയാളെ ഈ രണ്ട് കൈയിൻ്റെ ഉള്ളിൽ കൂടെ കൈയിട്ടിട്ട് ഈ പിടുത്തം ആദ്യം എന്ത് ചെയ്യണം, ഒഴിവാക്കണം. ഇതൊക്കെ പെട്ടെന്ന് ചെയ്യണം, അല്ലെങ്കിൽ അയാൾ വീണ്ടും കൈ അങ്ങോട്ട് തന്നെ കൊണ്ടുപോകും. പിടുത്തത്തിൽ ചെയ്തതിനു ശേഷം എന്ത് ചെയ്യാം, നേരെ ചെസ്റ്റിലേക്ക് കൈ വെക്കുക, ഇയാളെ സ്റ്റാർട്ട് ചെയ്ത് ഇതിൻ്റെ ബലം പിടിക്കണേ വേണ്ട, മനസ്സിലായോ? ചെസ്റ്റിലേക്ക് കൈ വെച്ചിട്ട് ഈ രണ്ട് തോൾപ്പാലിൻ്റെ കീഴിലെ ഇടക്ക് ശക്തിയായിട്ട്, ഇപ്പോൾ ഇയാൾക്ക് പോവാത്തോണ്ട് നമ്മൾ ശക്തി ഉപയോഗിക്കുന്നില്ല, ശക്തിയായിട്ട് 5 വർഷം തെറ്റിച്ചടിക്കുക. ഇങ്ങനെ അടിക്കില്ല, ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്തിട്ട് 5 പ്രാവശ്യം അടിക്കുക. ചിലപ്പോൾ അതിൽ തന്നെ തെറിച്ച് പോകും, ആ ഇതിൽ തന്നെ തെറിച്ച് പോകും ചിലപ്പോൾ. ഇല്ലെങ്കിൽ പോയിട്ടില്ലെങ്കിൽ അയാൾ വീണ്ടും പറയുന്നുണ്ട് എന്താണ്, നേരെ കഴുത്ത ഈ കൈയില്ലേ, ഈ കൈ ചുരുട്ടിയിട്ട് എന്ത് ചെയ്യുക, ഇതിന് വെച്ചിട്ട് ഈ ഇങ്ങനെ പിടിച്ചിട്ട് ഈ പൊക്കിൻ്റെ തൊട്ട് മുകളിൽ വയറിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് മനസ്സിലായോ, ഈ കൈ ഇവിടെ ലോക്ക് ചെയ്യുക, മനസ്സിലായോ? എന്നിട്ട് എന്താണ്, ഉരുട്ടണം, നെക്കല്ല, ഉരുട്ടി അങ്ങനെ എഫക്റ്റീവ് ഇല്ലേ, ഉള്ളിലെ ഉരുട്ടുക. മനസ്സിലായോ? ഈ 2 മാർഗമാണ് ചോക്കിങ്ങിന് ഉപയോഗിക്കുക. ഓക്കെ. ഇനി ചോക്ക് ചെയ്ത് ഇയാളെ